നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഭൂമിയിലുള്ളതിനേക്കാൾ ഇരട്ടി ശക്തിയുള്ള ബാക്ടീരിയയെ ബഹിരാകാശ നിലയത്തിൽ കണ്ടെത്തിയെന്നും അതിനാൽ സുനിത വില്യംസിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് കാലതാമസം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. ഭൂമിയിലുള്ളതിനേക്കാൾ ഇരട്ടി ശക്തിയുള്ളതിനാൽ തന്നെ ആ ബാക്ടീരിയ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യനുൾപ്പെടെ ഭൂമിയിലെ ജീവജാലങ്ങൾക്കൊന്നും തന്നെ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നത് വലിയൊരു കാര്യമായി പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകളായിരുന്നു. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ അതിനേക്കാൾ ശക്തമായിട്ടുള്ള അതിനേക്കാൾ പേടിപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് മനുഷ്യ ശരീരത്തെ കാർന്നു തിന്നുന്ന ഒരുതരം ബാക്ടീരിയയുടെ സാന്നിധ്യം ജപ്പാനിൽ കണ്ടെത്തിയിരിക്കുന്നു. മഹാമാരിയായിട്ടുള്ള കോവിഡിനെ തുടച്ചു നീക്കി ലോകം സാധാരണഗതിയിലേക്ക് തിരികെ എത്തുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് അടുത്തതോ എന്ന സംശയം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ബാക്ടീരിയയെ കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത്യപൂർവം മാരകമായിട്ടുള്ള രോഗമാണ് ഈ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതെന്നതാണ് റിപ്പോർട്ട്. ജപ്പാനിൽ സാന്നിധ്യം ഉറപ്പിച്ച ബാക്ടീരിയ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച മാംസം ഭക്ഷിക്കുന്നുവെന്നും 48 മണിക്കൂറിനുള്ളിൽ മരണം വരെ സംഭവിച്ചേക്കാമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്നതാണ് ഈ രോഗം അറിയപ്പെടുന്നത് എന്നതാണ് വിദഗ്ധർ പറയുന്നത്. ഈ വർഷം രാജ്യത്ത് ഇതിനോടകം തന്നെ 1000-ലധികം കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷൻ ഡിസീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷവും 900-ലധികം പേർക്ക് ഈ രോഗം അവിടെ ബാധിച്ചിരുന്നു എന്നതാണ് കണക്കുകൾ. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഗുരുതരമായ അണുബാധയാണ് STSS എന്ന് പറയുന്നത്. ശരീരത്തെ മോശമായി ബാധിക്കുന്ന വിഷവസ്തുക്കളെ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് സന്ധിവേദന അടക്കമുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. ബാക്ടീരിയകൾ വളരെ പെട്ടെന്ന് തന്നെ മറ്റ് അവയവങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നതൊക്കെയാണ് നിരീക്ഷണങ്ങൾ. ഇത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പല അവയവങ്ങളും തകരാറിലേക്ക് ആക്കുന്നത് കാരണമാണ് മനുഷ്യൻ പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് പോകുന്നത്. പനി, പേശിവേദന, ഛർദി തുടങ്ങിയവയാണ് STSSന്റെ പ്രാരംഭ ലക്ഷണങ്ങളായി പറയുന്നത്. തുടർന്ന് രക്തസമ്മർദ്ദം, വീക്കം, ഒന്നിലധികം അവയവങ്ങളുടെ പരാജയം തുടങ്ങിയവയെല്ലാം ഒടുവിൽ മരണത്തിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഡോക്ടർമാരുടെ വിശദീകരണം. തുടക്കത്തിൽ തന്നെ ചികിത്സ നൽകിയാൽ പോലും ഈ രോഗം മാരകമാകാൻ സാധ്യതയുണ്ടെന്ന് US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. 10 പേർക്ക് രോഗം ബാധിച്ചാൽ 3 പേർ മരിക്കുമെന്നുള്ള സ്ഥിതിയാണ് ഇത്. രോഗം കണ്ടെത്താനായി രക്തപരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ജപ്പാനിൽ. ഇപ്പോൾ ബാക്ടീരിയയെ കൊല്ലാൻ ആന്റിബയോട്ടിക്കുകൾ നൽകുന്നുണ്ട്. രോഗം ഗുരുതരമായാൽ ബാക്ടീരിയ ബാധിച്ച ടിഷ്യൂ നീക്കം ചെയ്യാനും കൂടുതൽ പ്രശ്നം തടയാനും ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം എന്നതൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. നിലവിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ജപ്പാനിലാണെങ്കിൽ പോലും ആഗോള വ്യാപനത്തിന് സാധ്യതയുണ്ട് എന്നതാണ് വിദഗ്ധർ ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അന്താരാഷ്ട്ര യാത്രകളെയാണ് ഇതിന് പ്രധാനമായി കാരണമായി പറയുന്നത്. ചൈനയിലെ ചെറിയൊരു മാർക്കറ്റിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് എത്ര പെട്ടെന്ന് ലോകം മുഴുവൻ ബാധിച്ചു, അതുപോലെ തന്നെ ഇതും ബാധിക്കാൻ സാധ്യതകൾ ഉണ്ടെന്നാണ് സൂചന. ഇന്ത്യയിൽ നിന്നടക്കം നിരവധി പേരാണ് ജപ്പാനിൽ ജോലി ചെയ്യുന്നത്. എന്തായാലും ശുചിത്വം തന്നെയാണ് ബാക്ടീരിയ ശരീരത്തിൽ കയറാതിരിക്കാനുള്ള മാർഗം എന്നതാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. ഇടയ്ക്കിടെ കൈകൾ കഴുകുക, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മൂക്കും തൂവാല ഉപയോഗിച്ച് മറയ്ക്കുക, മുറിവേറ്റു കഴിഞ്ഞാൽ ഉടനടി ചികിത്സ തേടുക, കഠിനമായ വേദന, പനി, മുറിവേറ്റുള്ള സ്ഥലത്ത് ചുവപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ തന്നെ ഉടനടി വൈദ്യസഹായം തേടുക. ഈ മാരകമായ അണുബാധയെ വ്യാപനം തടയുന്നതിന് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള പ്രധാന കാരണമായി പറയുന്നത്. എന്തായാലും കൊറോണ മഹാമാരിക്ക് ശേഷം മറ്റൊരു മഹാമാരി വരാതിരിക്കാൻ ഇപ്പോൾ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്.